ശലഭം പാർട്ട് 9. മോളെ, എൻ്റെ കുഞ്ഞ് അതെല്ലാം ആലോചിച്ച് പേടിക്കണ്ട മോളെ. ശ്രീകാന്ത് മോനെ കുറിച്ച് പാമമോള് പലതും പറഞ്ഞു തന്നു കാണും. പക്ഷേ ആ മോനെ കുറിച്ച് അങ്ങനെയൊന്ന് ചിന്തിച്ചു വെക്കരുത്. എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്ന കുഞ്ഞാണ് അവൻ. ആ കാണുന്ന ദേഷ്യം പോലും സങ്കടം കൊണ്ട് അവൻ കൂടെ കൂട്ടിയതാ. അവന്റെ ഭാഗം പോലും ഒന്ന് കേൾക്കാതെ എല്ലാവരും അവനെ കൊലയാളി എന്ന് മുദ്ര കുത്തിയവനവൻ. പക്ഷേ അവന്റെ ഉള്ള് ഇവിടത്തെ മുത്തശ്ശനും മുത്തശ്ശിക്കും നന്നായി അറിയും. മോളെ അവൻ നന്നായി നോക്കും. അത് ഈ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉറപ്പാ. അവന്റെ കൂടെ എന്ത് വന്നാലും എൻ്റെ മോള് നിൽക്കണം. എൻ്റെ കുഞ്ഞിന്റെ കണ്ണുകൾ പോലും നിറയാതെ അവൻ നോക്കും. ഈ മുത്തശ്ശനും മുത്തശ്ശിയും നോക്കുന്നതിലേറെ അവന് നിന്നെ നോക്കാനാകും മോളെ. പക്ഷേ എൻ്റെ മോള് അവന് അവൻ്റേതായ ഒരു സമയം കൊടുക്കണം. ഒത്തിരി സങ്കടങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവനവൻ. അവനെ എൻ്റെ മോൾ ആശ്വസിപ്പിക്കണം. അതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം അവനോട് പറയണം. എൻ്റെ കുഞ്ഞ് അവനെക്കുറിച്ച് ഓർത്ത് പേടിക്കരുത്. മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് അവൾ മിണ്ടാതെ കിടന്നു. മോളെ, ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒന്നാണ്. പല സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിപ്പോയി ജീവിതം തകരുന്നവരും സന്തോഷത്തിലാകുന്നവരുമുണ്ട്. മോളെ, എല്ലാവർക്കും അവരുടേതായ ഒരു സ്ഥാനം നൽകണം. അത് ഹൃദയത്തിലായാലും പ്രവൃത്തിയിലായാലും ശരി. അവരുടെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിൽക്കണം. ആഗ്രഹങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും വേണ്ടത് നല്ലൊരു സൗഹൃദമാണ്. എന്തും പറയാനാകുന്ന ഒരു സൗഹൃദം. ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ നൽകണം. വാശി പിടിച്ച് ഒന്നും നേടാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. എൻ്റെ കുഞ്ഞ്, അവനിൽ അർപ്പിക്കുന്ന വിശ്വാസവും കരുതലും സ്നേഹവും അവൻ അതുപോലെ മോൾക്ക് തിരിച്ചു നൽകും. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് മുത്തശ്ശി പറയുന്നതെല്ലാം അവൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നു. പിന്നീട് ഒന്നും മിണ്ടാതെ മുത്തശ്ശി തലോടിക്കൊണ്ടിരുന്നതും മോൾ ഉറങ്ങിപ്പോയിരുന്നു. നീലി രാവിലെ എണീറ്റ് ചായയും കുടിച്ച് പുറത്ത് തിണ്ണയിലിരിപ്പുണ്ട്. കൂടെ തന്നെ മുറ്റത്ത് മുത്തശ്ശനും മുത്തശ്ശിയും പുറത്ത് പന്തൽ പണിക്കാരെല്ലാം ഒളിച്ചു കൊണ്ടുപോകുന്നത് നോക്കി നിൽപ്പുണ്ട്. അപ്പോഴാണ് ബാമ അങ്ങോട്ട് വരുന്നത്. നീലി, ആ മോളിന്ന് നേരത്തെങ്ങ് വന്നോ? വാ ഇരിക്ക്. ബാമ ചാടി കേറിയിരുന്നു. മുത്തശ്ശിയും മുത്തശ്ശനും പണിക്കാരോട് എന്തോ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയതും. നീലിയെ, കോളേജിലേക്കെല്ലാം അഡ്മിഷൻ വരാനായി. ഹരിയേട്ടൻ അവിടെ എന്തെടുക്കുമെന്ന് പറഞ്ഞ് ബഹളത്തോട് ബഹളമാ. നീ എന്താ എടുക്കാൻ ഉദ്ദേശിച്ചത്? നീലി അവളെ ഒന്ന് നോക്കി അകത്തേക്ക് പോയി ഒരു ബുക്ക് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവൾ പതിയെ അതിലേക്ക് എഴുതി തുടങ്ങി. സൈക്കോളജി എടുത്താലോ? അവൾ എഴുതിയത് വായിച്ചുകൊണ്ട്, ആ അത് നല്ലൊരു ഓപ്ഷനാണ്. അതും പറഞ്ഞ് രണ്ടുപേരും ആലോചിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഓടിച്ചാടിക്കൊണ്ട് അപ്പവും അമ്മുവും വരുന്നത്. ചേച്ചിയെ, ഞങ്ങളുടെ റിസൾട്ട് വന്നിട്ടോ. എനിക്ക് 9 A+ ഉണ്ട്. അമ്മു വലിയ സന്തോഷത്തോടെ പറഞ്ഞു. എനിക്ക് 8 A+ ഉണ്ട്. അവളുടേത് ഒന്ന് കണക്കിൽ കൂട്ടണ്ട, അപ്പു ചിരിയോടെ പറഞ്ഞു. രണ്ടുപേരും ചാടിത്തുള്ളിക്കൊണ്ട് പറയുന്നത് കേട്ട്, ഓഹോ, എന്നിട്ട് ലഡ്ഡു എവിടെ? അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞ് അവർ ഇവർക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം ലഡ്ഡു നൽകി. ഇനി ചെറിയ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോകുക. അതും പറഞ്ഞ് രണ്ടുപേരും ഓടിപ്പോയി. എന്നാ ഞാൻ ചേട്ടന്മാരോട് സൈക്കോളജിയാണ് എടുക്കുന്നേ എന്ന് പറയട്ടെ. അതും പറഞ്ഞ് ബാമയും അമ്മുവിൻ്റെയും അപ്പുവിൻ്റെയും അടുത്തേക്ക് ഓടിപ്പോയി. നീലി അത് നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. കയ്യിലുള്ള ലഡ്ഡുവും അവൾ കഴിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. 2 ദിവസം കഴിഞ്ഞ സ്കൂളെല്ലാം തുറക്കും. വിരുന്ന് വന്നവരെല്ലാം പോകുകയും ചെയ്യും. ഇന്നാണെങ്കിൽ നീലിയുടെ ബർത്ത്ഡേയുമാണ്. രാവിലെ തന്നെ നീലിയും ബാമയും കൂടെ അമ്പലത്തിലേക്ക് ഇറങ്ങി. മുത്തശ്ശൻ നൽകിയ പിറന്നാൾ സമ്മാനമായ ഒരു ധാവണിയും ഇട്ട് സുന്ദരിയായിട്ടായിരുന്നു അവൾ അമ്പലത്തിലേക്ക് വന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്പലക്കുളത്തിലേക്ക് ഓടിയ നീലി ഇന്ന് തിരഞ്ഞ പൂക്കൾ അവിടെ ഇല്ലായിരുന്നു. ഇന്ന് ആമ്പൽ പൂക്കൾ ഇല്ലല്ലോ. ഇല്ലെങ്കിൽ നിന്നെ കാത്ത് നിൽക്കുമായിരിക്കും പൂക്കൾ. വീട്ടിലെ പൂക്കളെല്ലാം വാടി ഒഴിവാക്കിയില്ലേ? ബാമ പറയുന്നത് കേട്ട് നീലി സങ്കടത്തോടെ അവളെ നോക്കി. ഓ, അത് സാരല്ല. വാ, വീട്ടിൽ നിന്ന് സദ്യയെല്ലാം ഉണ്ട്. വിരുന്ന് വന്ന അമ്മായിമാരെല്ലാം പോകുന്നത് കൊണ്ട് നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വലിയൊരു സദ്യ തന്നെയുണ്ട്.
ഭാമ പറയുന്നതിനെല്ലാം അവളൊന്ന് പുഞ്ചിരിച്ചു. പൂക്കൾ കിട്ടിയില്ല എന്ന സങ്കടം അവളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ആഹാ, വന്നല്ലോ പിറന്നാളുകാരി, വാ വാ വാ. ഹരി അവളെ അകത്തേക്ക് വിളിച്ചു. ഏട്ടന്മാരുടെ വക ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ, വാ വാ. കുട്ടേട്ടനുമുണ്ട് കൂടെ. അവരെല്ലാം കൂടെ അവളെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. അവളും ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് വരുമ്പോ അവിടെയെല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുള്ളത് കണ്ട് അവൾ ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കുന്നുണ്ട്. സഞ്ജിത്ത് വലിയൊരു കേക്കെല്ലാം എടുത്തോണ്ട് വന്ന് മേശമേൽ വെച്ചു. അപ്പോ ഇനി നീലി വന്ന് കേക്ക് മുറിച്ചേ. നീലിയെ ഹരിയും കുട്ടേട്ടനും കൈപിടിച്ചു കൊണ്ടുവന്ന് എല്ലാവരുടെയും മുമ്പിലായി നിർത്തി. അവൾ വലിയ സന്തോഷത്തോടെ അവരുടെ നടുവിൽ നിൽക്കുമ്പോൾ അവരെല്ലാവരെയും നോക്കി. മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എല്ലാവരും അവിടെ അവളെ നോക്കി നിൽപ്പുണ്ട്. അപ്പോഴാണ് ഒരു ഭാഗത്ത് ഒഴിഞ്ഞ് പുഞ്ചിരിയോടെ നിൽക്കുന്ന ശ്രീകാന്തിനെ കാണുന്നത്. അവനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. തിരിച്ച് അവനും. എല്ലാവരും ശബ്ദത്തിൽ പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ. ഭാമ അത് പറഞ്ഞതും അതവിടെ ശബ്ദത്തിൽ മുഴങ്ങി. കേക്ക് മുറിക്കും മോളെ. അവൾ എല്ലാവരെയും നോക്കിക്കൊണ്ട് കേക്ക് മുറിച്ച ശേഷം കേക്ക് കയ്യിൽ പിടിച്ചു. ആർക്ക് കൊടുക്കണം എന്ന പോലെ നിൽക്കുമ്പോൾ സഞ്ജിത്ത് പെട്ടെന്ന് ശ്രീകാന്തിനെ കൊണ്ടുവന്ന് നിർത്തി. ആദ്യം ഇവന് തന്നെ കൊടുക്ക്. ശ്രീകാന്തും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവനും ഒരു പുഞ്ചിരിയോടെ നിന്നു. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവന് നേരെ നൽകി. ശേഷം അവൻ അവൾക്കു നൽകി. അങ്ങനെ എല്ലാവരും കേക്ക് മുറി എല്ലാം കഴിഞ്ഞതും എല്ലാവരുടെയും വക ഗിഫ്റ്റ് നൽകലായിരുന്നു. എല്ലാവരും ധാവണി, വള, മാല, അങ്ങനെ ഒത്തിരി ഗിഫ്റ്റുകൾ നൽകി. എല്ലാം നോക്കി മാറി നിൽക്കുന്ന ശ്രീകാന്ത് മാത്രമായിരുന്നു ഒന്നും നൽകാതെ മാറി നിന്നത്. എല്ലാവരും നൽകി, നീ ഒന്നും നൽകുന്നില്ലേ? ഹരിയുടെ ചോദ്യം കേട്ടതും എല്ലാവരുടെയും കണ്ണ് അവനിലായിരുന്നു. അത് കേട്ട് അവൻ നീലിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നീലി ഒരു പുഞ്ചിരിയോടെ തന്നെ അവനെ നോക്കുന്നുമുണ്ട്. അത് മോന് എന്തോ പറയാമെന്ന നീലിയുടെ മുത്തശ്ശനെ ശ്രീകാന്ത് തടഞ്ഞുകൊണ്ട് ഉണ്ട് അതും പറഞ്ഞ് അവനൊന്ന് പുറത്തേക്ക് പോയി. ശ്രീയേട്ടൻ വലിയ എന്തോ കൊണ്ട് വരുന്നുണ്ട്. കുട്ടേട്ടൻ അതും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശ്രീകാന്ത് ഒരു പിടി ആമ്പൽ പൂക്കൾ കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അത് കണ്ട് അവരെല്ലാം ഇതോ എന്ന പോലെ പരസ്പരം നോക്കി. എന്നാൽ അവന്റെ കയ്യിലെ ആ പൂക്കൾ കണ്ടതും നീലിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. അവൻ അത് കൊണ്ട് പുഞ്ചിരിയോടെ അവൾക്ക് നേരെ നീട്ടിയതും അവൾ വലിയ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. അവൾ സന്തോഷത്തോടെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു. ഇതാണോ നീ അവൾക്ക് നൽകുന്ന ഗിഫ്റ്റ്? ഹരി ഒരു അത്ഭുതത്തോട് ചോദിച്ചു. നീ എന്തോ വലുത് കൊണ്ടുവരുമെന്ന് വിചാരിച്ചു, എന്നിട്ട് ഇതാണോ കൊണ്ടുവന്നത്? അവന്റെ അമ്മ ഇപ്പൊ ഉച്ചിക്കാൻ മറന്നില്ല. ശ്രീയേട്ടനെ ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ അറിയില്ല. എന്ത് ഗിഫ്റ്റാണ് ഇതൊക്കെ? ആ മുഖവും വീർപ്പിച്ച് നടക്കാനേ ആകെ അറിയുകയുള്ളൂ. കിട്ടിയ ചാൻസ് പ്രിയയും മുതലെടുക്കുന്നുണ്ട്. അവളെ കെട്ടാൻ പോകുന്ന നീ ഇതാണോ കൊടുക്കുന്നത്? ഞങ്ങളെല്ലാം എന്തെല്ലാം കൊടുത്തു അവൾക്ക്? മറ്റൊരമ്മായി വീണ്ടും പുച്ഛത്തോടെ ചോദിച്ചു. എല്ലാവരുടെയും സംസാരം കേട്ട് നീലിയുടെ മുഖത്തെ പുഞ്ചിരി മാറി. അവൾ ശ്രീകാന്തിനെ നോക്കുമ്പോൾ എല്ലാം കേട്ട് ഒന്ന് ഗൗരവത്തിൽ അവരെല്ലാം ഒന്ന് നോക്കി. അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അത് കണ്ട് നീലിക്ക് സങ്കടമായി. എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഒരാൾ എന്തെങ്കിലും ചെയ്താ അത് കുറ്റപ്പെടുത്താൻ മാത്രം അറിഞ്ഞാ പോരാ. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും കാരണവും കാണും. വലിയ മുത്തശ്ശൻ ഗൗരവത്ത് പറഞ്ഞതും അവൻ എന്ത് ചെയ്താലും വലിയ മുത്തശ്ശനും മുത്തശ്ശിയും അത് അംഗീകരിച്ചു കൊടുക്കുമല്ലോ. പണ്ട് അവൻ ചെയ്തത് ഞങ്ങൾ ആരും മറന്നിട്ടുമില്ല. അമ്മായി വീണ്ടും ദേഷ്യത്ത് പറഞ്ഞു. എന്ത് പറഞ്ഞാലും പണ്ട് പണ്ട് എന്നുള്ള നിന്റെ സംസാരം ഒന്ന് നിർത്ത് സീതേ. നിന്നോടത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. മുത്തശ്ശൻ നല്ല ദേഷ്യത്തിലായിരുന്നു. ഇതിന്റെ പേരിൽ ഇവിടെ ഓരോ വഴക്കുണ്ടാക്കാൻ നിൽക്കേണ്ട. ശ്രീമോന് ആ പുറത്ത് കാണും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നീലി മോൾക്ക് അവൻ അത് നൽകിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യവും കാണും. ഓക്കെ? മുത്തശ്ശിയും ഗൗരവത്ത് പറഞ്ഞതും ഉണ്ട് മുത്തശ്ശി. നീലിക്ക് ആമ്പൽപ്പൂക്കൾ എന്ന് വെച്ച ജീവനാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാവരും എത്രയോ ഗിഫ്റ്റ് നൽകിയിട്ടും അതിനേക്കാളേറെ ആ പൂക്കൾ ശ്രീകാന്തേട്ടൻ നൽകിയപ്പോ അവളുടെ മുഖം എല്ലാവരും ശ്രദ്ധിച്ചോ? അത്രയും സന്തോഷത്തിലായിരുന്നു അവൾ. അല്ലേ നീലി? ഭാമ അത് ചോദിച്ചതും നീലി പുഞ്ചിരിയോടെ തലയാട്ടി.
ഇനി ഇവിടെ അതിൻ്റെ പേരിൽ ഒരു ചർച്ച വേണ്ട, ഭക്ഷണം കഴിക്കാം. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിരനിരയായി ഇരുന്നു. ശ്രീകാന്തും അവിടെ തന്നെ എല്ലാവർക്കും ഒപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ട്. നീലിയുടെ കണ്ണുകൾ പലപ്പോഴും അവനിൽ പോയി വീയുന്നുമുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പിരിയാൻ തുടങ്ങി. അമ്മായിമാരെല്ലാം തിരിച്ചു പോകുകയാണ്. അവധിക്കാലം അവസാനിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും യാത്ര പറഞ്ഞ് പെട്ടെന്നിറങ്ങി. ഭാമയും എല്ലാവരും പോയി. എല്ലാവരെയും യാത്രയാക്കിയപ്പോ വലിയ മുത്തശ്ശനും മുത്തശ്ശിയും നീലിയും അവിടെ ബാക്കിയായി. നീലി പെട്ടെന്ന് ഓടി മുറിയിലേക്ക് പോയി. ജനലരികിലുള്ള കുപ്പിയിലേക്ക് നീലി ആ ആമ്പൽ പൂക്കൾ ഇറക്കി വെച്ചു. അതിനെ നോക്കി അവൾ പുഞ്ചിരിയോടെ നിന്നു. ശ്രീകാന്തിന്റെ മുഖമായിരുന്നു അവളിൽ തെളിഞ്ഞു വന്നത്. പാവം, എൻ്റെ മനസ്സറിഞ്ഞ് അത് കൊണ്ടുവന്ന് നൽകിയപ്പോഴുള്ള എൻ്റെ സന്തോഷം. ആ പാവം, എല്ലാവരും എന്തിനാ ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിക്കുന്നേ. ഒരു നിമിഷം അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുകയാ. എല്ലാവരും എന്തിനാ അദ്ദേഹത്തെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നേ? അവൾ ആ പൂക്കളെ നോക്കിക്കൊണ്ട് ആലോചിച്ചു. എനിക്ക് ഈ പൂക്കൾ പലപ്പോഴും ആ അമ്പലക്കുളത്തിൻ്റെ അരികിൽ കൊണ്ടുവന്ന് നൽകുന്നത് ശ്രീയേട്ടനായിരുന്നു. അവളിൽ അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ എല്ലാവരും നൽകിയ സമ്മാനപ്പെട്ടികളെല്ലാം സന്തോഷത്തോടെ അവൾ പൊളിച്ചു നോക്കി. ഒത്തിരി ഡ്രസ്സും വളയും മാലയും എല്ലാം കിട്ടിയിട്ടുണ്ട്. അവൾ അതെല്ലാം എടുത്ത് കയ്യിലെല്ലാം ഇട്ടു നോക്കി. അതെല്ലാം അവിടെ വെച്ച് അവളുടെ അലമാരയിൽ നിന്നും അവളുടെ ഡയറി കയ്യിലെടുത്തു. 13/10/2023 വെള്ളി. ഇന്നാദ്യമായി ജീവിതത്തിൽ ഒരു ജന്മദിനം കടന്നു പോകുന്നത് ഞാൻ സന്തോഷത്തോടെ ഓർത്തു. എന്നെ ഇങ്ങനെ ഹാപ്പിയാക്കി നിർത്തിയ ഈ കുടുംബത്തിനോട് എങ്ങനെ നന്ദി ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇന്ന് ലഭിച്ച എല്ലാ സമ്മാനവും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. അതിലേറെ ഈ ആമ്പൽ പൂക്കളെ നൽകിയ ആളെയും ഈ പൂക്കളെയും എനിക്ക് അത്രയും വിലപ്പെട്ടതായി തീർന്നിരിക്കുന്നു. അതും എഴുതി ആ ഡയറി അവൾ എടുത്തു വെച്ചു. ഇന്ന് നടന്നതെല്ലാം ഒരു പുഞ്ചിരിയോടെ തന്നെ അവൾ ഓർത്തു. തുടരും.